മലബാറിൽ PFI ഭീകരർ പുതിയ രൂപത്തിൽ സജീവമാകുന്നു. മെക് 7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വിമർശനവുമായി സമസ്തയും CPM-ഉം. കൂട്ടായ്മയ്ക്ക് പിന്നിൽ PFI ഭീകരരെന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. മെക് 7-ന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സമസ്ത EP വിഭാഗം. സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആ വാക്കുകളിലേക്ക്. ഇവരിപ്പോ ഒരു പുതിയ നീക്കമുണ്ട്. കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടോ ഞാൻ അറിയില്ല. അവിടെ കോഴിക്കോട് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പെട്ടു. എന്താണെന്നറിയോ, ചിലടത്ത് ഈ രാവിലെ ആളുകൾക്ക് ഒരു ശരീരക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് രാവിലെയുള്ള ഒരു കായിക പരിശീലനമൊക്കെ എക്സസൈസ്, അതെ എക്സസൈസ് ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഹാക്കൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഒന്ന് അന്വേഷിക്കാൻ ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഉളിക്കലേക്കാണ് എത്തിയത്, ഞങ്ങളെത്തിയത്. അതെ. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളത് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു മാസ എന്താ ഏർപ്പാട്? അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ വേറൊരു ചതിയുണ്ട് ഇപ്പോ. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഞാൻ 4 ദിവസമായിട്ട് ഇത് തന്നെ എല്ലാ സ്ഥലത്തും പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയും ഞാൻ പറയാണ്, വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം. കളരി പഠിക്കാൻ ഇവിടെ സുന്നികളാരുമില്ല. എല്ലാ ഗുരുക്കന്മാരും കൊടുവള്ളി ഭാഗത്തുള്ളത് ഏകദേശം സുന്നികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കളരി പഠിക്കാം. പിന്നൊന്നെന്താ, വേറൊരു വ്യായാമം ഉണ്ടാക്കുക. പുതിയ പുതിയ വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം നിങ്ങളെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ എന്താണ്? സലാഞ്ചല്ലർ മുസാഫെ തീർന്നല്ലേ? നിങ്ങളെ താജുൽ ഉലമ പറഞ്ഞ എന്താണ്? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ തന്നെ, ഈക്ക ഉസ്താദ് പറഞ്ഞു തന്നെ, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു തന്നെ, എല്ലാരും പറഞ്ഞു തന്നെ. അങ്ങനെ ഇമാമിങ്ങളും ആലിമീങ്ങളും ഒക്കെ പറഞ്ഞില്ലേ മുസാഫയത്തും സലാഞ്ചലും പറഞ്ഞു. അതുകൊണ്ട് പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാ, ഒരു സലാഞ്ചലി കളയാ. ആകയാൽ സുന്നത്തിയമായിട്ട് വിളിക്കുക. അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുമായി അടുത്താൽ ഈമാൻ നശിച്ചു പോകുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. ഈ പുത്തൻവാദികൾക്ക് സലാം പറയണ്ട. അപ്പൊ സാധാരണക്കാർക്ക് തോന്നും ഒരു സലാം അങ്ങ് പറഞ്ഞാൽ എന്താ പറ്റുക, ഒരു സലാം അങ്ങ് പറഞ്ഞാൽ എന്താ വരിക, അവരെ കൈപിടിക്കുന്ന മുസാഫഹത്ത് ചെയ്താൽ എന്താ വരിക എന്ന് സാധാരണക്കാർക്ക് തോന്നും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വെറുതെയല്ല പറഞ്ഞത്. നബിതങ്ങളെ ശരീരം ജീർണിച്ച് നശിച്ചുവെന്ന് പറയുന്നവൻ, നബിതങ്ങൾ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നവൻ, അവിടുത്തെ പേരക്കുട്ടികളായ തങ്ങന്മാരെ കൈവെട്ടണമെന്ന് പറയുന്നവൻ, അതേ തങ്ങന്മാരെന്ന് വിശ്വസിക്കുന്ന ജാഹിലിയ്യത്താണെന്ന് പറയുന്നവൻ, അവനെ നമ്മളെങ്ങനെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും? എങ്ങനെ അവനോട് അസ്സലാമു അലൈക്കും പറയും? അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്തരം പുത്തൻവാദികളെ സംബന്ധിച്ച് പറഞ്ഞത്. വലാ യുസല്ലിമു അലൈഹിം, അവർക്ക് സലാം പറയാനും പോകണ്ട. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം ഈ കേരളത്തിൽ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നേയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല വേദികളിലും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ CPM നേതാവായ P. മോഹനൻ തന്നെ പേര് എടുത്തു പറഞ്ഞ് ചില വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. മെക് 7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ഭീകരരാണ് പ്രവർത്തിക്കുന്നതെന്നും ഭീകര പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും P. മോഹനൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അല്ലേ?
തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയോ CPM ഒന്നും തന്നെ ഈ PFIക്കെതിരെ ഒരക്ഷരം പോലും ഇതുവരെയും മിണ്ടിയിട്ടില്ല. ഈ നിരോധന സമയത്ത് രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നയപരമായ ഒരു തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തപ്പോൾ അതിനെതിരെ കടുത്ത വിമർശനവുമായി എത്തിയ ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയായിരുന്നു. ആ അറിഞ്ഞതിന് ശേഷമുള്ള ഈ നടപടികൾ തന്നെയാണ് അത് അവരുടെ സമ്മേളനത്തിൽ തന്നെ തുറന്നു പറയേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നു. ഇത്രയും നാൾ BJPയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ പറഞ്ഞ നടപടികൾ അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് നമ്മുടെ സമൂഹത്തിനുള്ളിലേക്ക് ഇവർ ആഴ്ന്നിറങ്ങുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ സംഭവം. നമുക്കറിയാം ഈ ഒരു സംഘടന വരുന്നു, MEG7 എന്നൊരു സംഘടന വരുന്നു. അതിവേഗമാണ്, ശരവേഗമാണ് ഈ ഒരു സംഘടനയുടെ ഒരു വളർച്ച. പ്രധാനപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കൃത്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് വ്യായാമത്തിലൂടെ നല്ല ആരോഗ്യം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പുകൾ നടത്തുന്നു, അതോടൊപ്പം തന്നെ വ്യായാമ കേന്ദ്രങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു വളർച്ച കൈവരിച്ചിരുന്നു. ഈ ഒരു വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ഇത് തുറന്നു പറയേണ്ട ഗതികേടിലേക്ക് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ എത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ PFI ഭീകരർ തന്നെയാണ് ഉള്ളതെന്നാണ് അദ്ദേഹം കൃത്യമായി അത് രഹസ്യമായി പറഞ്ഞല്ല, പൊതുസമ്മേളനത്തിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സമസ്ത നേതാക്കളും ഈ വിഷയത്തെ കൃത്യമായി ഏറെ ഗൗരവത്തോടെ തന്നെ കാണുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചതിയിൽ, ആ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ചതിയിൽ ഒരു കാരണവശാലും സുന്നികൾ പോകരുത് എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം എല്ലാ വേദികളിലും താനിത് പ്രസംഗിക്കുന്നുണ്ട്. അത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു ചതിയിലേക്ക് സുന്നികൾ ആരും പോകരുത് എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് കൃത്യമായി ഇവർക്ക് എല്ലാ തവണയും വളമിട്ട് കൊടുത്തുകൊണ്ട് വളർച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു നടപടികളായിരുന്നു ഇടത് വലതു മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ എങ്ങനെയാണ് ഇവർ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, രാജ്യദ്രോഹ നടപടികളിലേക്ക് തന്നെ വന്നിട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ PFIയെ നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ വന്നിരുന്നത്. അന്ന് കേരളത്തിൽ ഉടനീളം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ മുതലക്കണ്ണീരൊഴുക്കി രംഗത്ത് വന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ മറിച്ചു പറയേണ്ടി വന്നിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് യഥാർത്ഥമായ ചിത്രം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നതിലും വലിയ വിമർശനങ്ങൾ തന്നെയാണ് പൊതുയോഗത്തിൽ വെച്ച് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നതിലും പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കൂട്ടായ്മകൾ അത് എത്രത്തോളം അപകടകരമായ രീതിയിലേക്ക് ഉണ്ടാകുന്നു. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഈ MEG7 എന്നുള്ള ഒരു സംഘടന കൃത്യമായി വേരുറപ്പിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഈ വ്യായാമത്തിൽ പങ്കെടുത്തുകൊണ്ട് നല്ല ആരോഗ്യം എന്നുള്ള ഏറ്റവും സംശുദ്ധമായ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു അതിതീവ്രമായുള്ള ഒരു പ്രവർത്തനം, ആ തീവ്രവാദ പ്രവർത്തനത്തിന്റെ കൃത്യമായ രീതിയിലേക്ക് ഈ PFI ഭീകരർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായി പാർട്ടിക്ക് മനസ്സിലായി എന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായി പറയുന്നതിനോ ഒന്നും തന്നെ CPM നേതാക്കളൊന്നും തന്നെ തയ്യാറായില്ല. എന്തായാലും CPMനെ സംബന്ധിച്ചോളം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് P. മോഹനൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയത്തിൽ നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുന്നത്, അത് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നത്, പരസ്യമായി തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമസ്ത നേതാക്കളും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നുള്ള കൃത്യമായ ആഹ്വാനം സമസ്ത AP വിഭാഗം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ഈ ചതിയിൽ സുന്നി വിഭാഗത്തിലുള്ളവരാരും പോകരുത്, ആ ചതിയിലേക്ക് ചെന്ന് പെടരുത് എന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ഇവരും മുന്നോട്ട് വെക്കുന്നത്. ദേവിക. അരുൺ, അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന സമസ്ത EP വിഭാഗം കൂടി അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു വിഷയം ഒരു ഇടത് നേതാവ് തന്നെ ഒരു പൊതുയോഗത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇടത് നേതാക്കളോ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയില്ലല്ലോ. കാരണം ഇവരുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് കരുതേണ്ടി വരില്ലേ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായും നമുക്ക് കുറച്ച് കാലഘട്ടങ്ങളായി നമ്മൾ നോക്കാം. കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ തീവ്രവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി. നേരത്തെ തന്നെ പ്രധാനമന്ത്രി വിശേഷിച്ചപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വിളനിലമാണ് കേരളം, അത് അമർച്ച ചെയ്യാനായി എല്ലാവിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പരസ്യമായി പറഞ്ഞതാണ്. ഇതിനുശേഷം എടുത്ത ഏറ്റവും നിർണായകമായ ഏടുകൾ, പ്രത്യേകിച്ച് PFI നിരോധനമടക്കം കേരളത്തിൽ ഉണ്ടാക്കിയ വലിയ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ ഭയക്കാതെ കൃത്യമായി തന്നെ വലിയ
രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള പിന്തുണയും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ സമൂഹത്തെ ഒന്നാകെ ഗ്രസിക്കുന്ന ആ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിരുന്നില്ല. അന്ന് തീവ്രവാദികൾക്ക് വേണ്ടി കൃത്യമായി നിലപാടെടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിനൊടുവിൽ ഏറ്റവും ഒടുവിൽ തന്നെയാണ് ഇത്തരമുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ട ഒരു ഗതികേടിലേക്ക് പാർട്ടി നേതൃത്വം തന്നെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ CPM ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത്, അത് പൊതുയോഗത്തിലാണ് പറഞ്ഞത്, അത് എല്ലാവരുടെയും കേക്കലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഗുരുതരമായുള്ള ഒരു പ്രവർത്തനം, ഗുരുതരമായുള്ള രാജ്യദ്രോഹപരമായുള്ള ഒരു പ്രവർത്തനം, രാജ്യത്തെ ഇല്ലാതാക്കാൻ രാജ്യത്തിനെതിരെ പോരാടുന്ന ആളുകൾക്ക് തന്നെ ഇത്തരത്തിലുള്ള പുതിയ നീക്കങ്ങളുമായി പോകുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഇത്ര അപകടകരമായ രീതിയിലേക്ക് ശരവേഗത്തിൽ ദ്രുതഗതിയിൽ ഈ സംഘടന വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന്റെ വിവിധ തരത്തിലുള്ള ആളുകളെ കൂട്ടി ഈ വ്യായാമ പരിപാടികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് പോലും നൽകാൻ ഇവർക്ക് എന്തുകൊണ്ടായില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി, ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഒരു നിലപാട് കൂടി അറിയണം. എന്തായാലും P. മോഹനെ തള്ളുന്ന ഒരു നിലപാടായിരിക്കുമോ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതിൽ എന്തായിരിക്കും ഈ ഒരു അടുത്ത നടപടിയിലേക്ക് പോവുക എന്നുള്ളടക്കം, കാരണം വലിയൊരു ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം പലതരത്തിലുള്ള വിവാദങ്ങൾ, ലവ് ജിഹാദ് അടക്കം നമുക്കറിയാം, നോട്ട് നിരോധന സമയത്തുണ്ടായ സമരങ്ങൾ അടക്കം നമുക്കറിയാം. അങ്ങനെയുള്ള പല വിഷയങ്ങൾ വരുമ്പോഴും അതിനെ മറ്റ് വിവാദങ്ങൾ കൊണ്ട് മറച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുപരിയായി സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള എല്ലാ വേരുകളും ഇവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു നടപടിക്ക് അപ്പുറത്തേക്ക് ആദ്യമായി തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവന ഈ ഒരു വിഷയത്തിൽ വരുന്നത്. നമുക്കറിയാം P. ജയരാജന്റെ പ്രസ്താവനകൾ കഴിഞ്ഞ തവണ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ആ സമയത്തും കൃത്യമായി ഇപ്പോൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളിലും കൃത്യമായ അറിവുകൾ CPM നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടികൾ തന്നെ അല്ലെങ്കിൽ പരാമർശങ്ങൾ തന്നെയാണ് ഇതും ദേവിക. അരുൺ, അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളിൽ നിന്ന് തങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് CPM നേതാക്കൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഇടത് സംഘടന എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിളിക്കേണ്ടി വരില്ലേ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്ന മൗനം, സത്യസരണിയിലെ വിഷയം അടക്കം മുന്നോട്ട് വന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു നടപടിയും അതിൽ സ്വീകരിച്ചില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? ഇത്തരത്തിൽ സംഭവങ്ങൾ ഓരോ കോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പോലും മുഖ്യമന്ത്രി പലപ്പോഴും മൗനം പാലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്തുണ്ട് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ വോട്ട് ബാങ്ക് എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കുറ്റകരമായ മൗനം എന്ന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടും അതിനെക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാത്ത നേതാക്കളുടെ ഈ ഒരു മൗനത്തെ നമുക്ക് വിശേഷിപ്പിക്കാനാകുള്ളൂ. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും ഉപരിയായി നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടക്കം നമ്മൾ കൃത്യമായി കണ്ടതാണ് ഇടത് വലത് മുന്നണികൾ ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചെലുത്തുന്ന നടപടിക്രമങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുള്ള രഹസ്യ നീക്കങ്ങൾ, അണിയറ നീക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ കേവലമായുള്ള താൽക്കാലികമായുള്ള ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ പയറ്റുന്നതിന്റെ അല്ലെങ്കിൽ ഇവർ സഹകരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അത് നമ്മുടെ നാടിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ ഭാരതത്തിന് എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഇവർക്ക് ആർക്കുമില്ല. കേവലം സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം അപകടത്തിലേക്കാകും നമ്മുടെ സമൂഹത്തെ വരും തലമുറയിലെല്ലാം തന്നെ എത്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എല്ലാ വഴിമരുന്നും വിട്ടുകൊണ്ട് വഴി വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള നടപടികൾക്കെതിരെ കൃത്യമായി തന്നെ തുറന്നു പറയാൻ ഒരു നട്ടലുള്ള നേതാക്കൾ ആരും തന്നെ ഇടത് വലത് മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല.